അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാം ത്രിയേക ദൈവത്തെ സ്തുതിച്ച് വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ, ദൈവജനം, പല സ്ഥലങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചന പഠനത്തിനായി ചേർന്ന് വന്നിരിക്കുന്ന വിശുദ്ധന്മാർ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഇതിനുശേഷം ഞങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർക്കും ഞങ്ങൾ ക്രിസ്തീയ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഒരിക്കലും നമ്മെ പിരിയാത്ത നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും അനുഭവിപ്പാൻ ദൈവം നമുക്കേവർക്കും കൃപയേകട്ടെ എന്ന് ഞാൻ കർത്താവിനോട് ആഗ്രഹിക്കുന്നു. മിക്കവാറും പറയാറുള്ളത് പോലെ തിരക്കുള്ള നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അല്പസമയം ദൈവസന്നിധിയിലേക്ക് വരുന്നതിനായി നിങ്ങൾ വേർതിരിച്ചതിനാൽ ദൈവം ഏറിയ പ്രതിഫലങ്ങളെ തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടയിലെ രോഗികളെ സൗഖ്യമാക്കി, ദുഃഖിതരെ ആശ്വസിപ്പിച്ച്, ബലഹീനരെ ബലപ്പെടുത്തി, വ്യക്തിപരമായ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവഹിതപ്രകാരം ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തിനനുസരിച്ചും മറുപടിയും ആശ്വാസവും സൗഖ്യവുമൊക്കെ നൽകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഞങ്ങൾക്കായിട്ടുമുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വീണ്ടും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു വരുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. നമ്മളതിൽ 2-ാമത്തെ വാക്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ചിന്തിച്ചത്. പ്രത്യേകിച്ച് നാം ഇന്നലെ അവിടെ നിന്നും കണ്ടത് ഇസ്രായേൽ ജനം ദൈവം അവർക്ക് കൊടുത്ത ന്യായപ്രമാണത്തോട് അഥവാ ദൈവവചനത്തോട് ചെയ്ത 2 പ്രധാന പാപങ്ങളെക്കുറിച്ചാണ്. ലംഘനം, അതുപോലെ അനുസരണക്കേട്. ലംഘനം, അനുസരണക്കേട്. വയലേഷൻ, എ ട്രസ്പാസ്, എ ട്രാൻസ്ഗ്രഷൻ. അതിക്രമിക്കുക, ലംഘിക്കുക, അനുസരണക്കേട് കാണിക്കുക. ദൈവവചനത്തോട് സാധാരണ കാണിക്കുന്ന പാപം ഈ ഗണത്തിലൊക്കെ പെടുന്നതാണെന്ന് നമ്മൾ കണ്ടു. അകൃത്യം, പാപം, ലംഘനം, അതിക്രമം എന്നിങ്ങനെയൊക്കെയാണ് വേദപുസ്തകം ഈ പാപത്തിൻ്റെ വിവിധ പേരുകൾ, വിവിധ വശങ്ങളായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. സിൻ, ട്രസ്പാസ്, ട്രാൻസ്ഗ്രഷൻ, ഇനിക്വിറ്റി, ഡിസൊബീഡിയൻസ് എന്നിങ്ങനെയൊക്കെ അതിന് പേരുകളുണ്ട്. അപ്പം നാം അതേക്കുറിച്ചായിരുന്നു ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. അനുസരണക്കേട്. ദൈവവചനത്തിൽ നിന്ന് നാം പഠിക്കുന്നത് ദൈവം നമ്മിൽ നിന്ന് അനുസരണം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അനുസരണം. ആരാധനയേക്കാൾ പ്രധാനം അനുസരണം ആണെന്ന് പഴയ നിയമത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കൽപ്പനാലംഘനം എന്ന പാപം, അനുസരണക്കേട് എന്ന പാപം ആദിമ മാതാപിതാക്കളിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതായി നമുക്ക് ഉൽപ്പത്തി 3-ാം അധ്യായം മുതലേ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇന്നും
ദൈവം നമ്മിൽ നിന്നും അനുസരണമാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ് ശമൂവേൽ പ്രവാചകൻ ശൗൽ രാജാവിനോട് പറഞ്ഞത്. 1 ശമൂവേൽ 15:22 വാക്യം പരിചിതമാണെങ്കിലും ഒന്നും കൂടെ ഈ സന്ദർഭത്തിൽ വായിക്കാം. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. സ്തോത്രം. കേൾക്കുക, അനുസരിക്കുക, ശ്രദ്ധിക്കുക എന്ന പദങ്ങൾ അവിടെ കണ്ടോ? സ്തോത്രം. നാം എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ പദങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. പശ്ചാത്തലമൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആരിൽ നിന്നും, രാജാവായാലും പ്രജകളായാലും, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ തിരുമേനിയോ ഐമേനിയോ ആരായാലും, വെദർ ക്ലർജി ഓർ ലേറ്റി, ആരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. കൽപ്പന അനുസരിക്കുക, ശ്രദ്ധിക്കുക, ഈ 2 പദങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. അനുസരിക്കുക, ശ്രദ്ധിക്കുക, ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക എന്ന് നമ്മൾ എബ്രായർ 2:1 നിന്ന് പഠിച്ചു. അനുസരണക്കേട് എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഇന്നലെ കണ്ടു. ശ്രദ്ധിക്കാതിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കാതിരിക്കുക. ആ അർത്ഥത്തിലാണ് ഇവിടെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ അശ്രദ്ധ എന്നതിന് അനുസരണം എന്ന് തന്നെ അർത്ഥമുണ്ട്. സ്തോത്രം. അപ്പോൾ ആരാധനയേക്കാൾ, യാഗങ്ങളെക്കാൾ ദൈവത്തിന് പ്രസാദം ദൈവവചനം അനുസരിക്കുക എന്നതാണ്. സ്തോത്രം. മോർ ദാൻ വർഷിപ്പ്, ഗ്രേറ്റർ ദാൻ വർഷിപ്പ് ഈസ് ഒബീഡിയൻസ്. അനുസരണവും ആരാധനയും രണ്ടും കൂടെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വെക്കുകയാണെങ്കിൽ ദൈവത്തിന് ആരാധനയേക്കാൾ പ്രസാദകരം അനുസരണമാണ്. അനുസരിക്കാത്തവൻ്റെ ആരാധനകളും അർപ്പണങ്ങളും യാഗങ്ങളും ദാനങ്ങളും ഒന്നും ദൈവത്തിന് വേണ്ട. എന്നാൽ ദൈവത്തിന് ഇതൊന്നും കൊടുത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരെ ദൈവത്തിനേറെ പ്രിയമാണ്. അതുകൊണ്ട് നമ്മൾ അനുസരണമുള്ള മക്കളായിരിക്കണം. നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ യേശുക്രിസ്തുവിനെ അതിന് മാതൃകയായിട്ട് കണ്ടു. സ്തോത്രം. ഈ പ്രത്യേക അത്യാധുനിക യുഗത്തിൽ ദൈവത്തെ അനുസരിക്കുന്നവരെയാണ് ദൈവത്തിന് ഏറെ ആവശ്യമായിരിക്കുന്നത്. അനുസരണക്കേടെന്ന പാപത്തിൻ്റെ ഗൗരവം ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞു നിർത്തി. നാം എപ്പോഴാണ് അനുസരിക്കാതിരിക്കുന്നത്? നമ്മൾ സ്വയം പ്രാപ്തരാണെന്ന്, പര്യാപ്തരാണെന്ന് തോന്നുമ്പോൾ, നമ്മളോട് പറഞ്ഞയാളിനേക്കാൾ നമുക്ക് ബുദ്ധി ഉണ്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ, അയാൾ പറഞ്ഞതിനേക്കാൾ ശരിയായുള്ളത് എൻ്റെ തീരുമാനമാണെന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അവർ പറഞ്ഞതിനെ അനുസരിക്കാതിരിക്കും. ചിലപ്പോൾ നമ്മൾ GPS ഇട്ട്, ഗൂഗിൾ അല്ലെങ്കിൽ ഏതെങ്കിലും, ഒത്തിരി ഇന്ന് ഉണ്ടല്ലോ, മാപ്പ് ഇട്ട് പോകാറുണ്ട്, യാത്ര ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരുവിധം അറിയാവുന്ന വഴികളിലൂടെയും മാപ്പ് ഇട്ട് പോകും.
ഇപ്പൊ GPS നമ്മളോട് പറയുന്നത് നമ്മൾ അറിയാവുന്ന വഴികളിലാണെങ്കിൽ കേൾക്കാറില്ല. GPS പറയുന്നതിനേക്കാൾ നല്ല വഴി നമുക്ക് വേറെ അറിയാം, അതുകൊണ്ട് നമ്മൾ അത് വഴിക്ക് തിരിഞ്ഞു പോകും. അതേസമയം നമുക്ക് ഒരെത്തും പിടിയില്ലാത്തിടത്താണെങ്കിൽ GPS നമ്മളോട് പറയുന്നത് നമ്മൾ അച്ചട്ടായിട്ട് അനുസരിക്കും. ചിലപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെന്ന് ചാടുന്നത് വല്ല കുളത്തിലും കയത്തിലും വനത്തിലും ഒക്കെ ആയിരിക്കും. എന്നാലും നമ്മൾ നിസ്സഹായരാകുമ്പോൾ പറയുന്നതനുസരിക്കുക പതിവ്. അപ്പോൾ ദൈവം പറയുന്നത് നാം അനുസരിക്കാതിരിക്കുന്നത് എപ്പോഴാണ്? ഈ GPS പറയുന്നത് അനുസരിക്കാതിരിക്കുന്നത് എപ്പോഴോ അതുപോലെ, ഇതിനേക്കാൾ നല്ല വഴി എനിക്കറിയാം, അതുകൊണ്ട് ഗൂഗിൾ അമ്മച്ചി പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ കേൾക്കത്തില്ല, എനിക്ക് വേറെ വഴി അറിയാം, അതുകൊണ്ട് ഞാൻ ആ വഴി പൊക്കോളാം. ഇതുപോലെ തന്നെയാണ് ദൈവം പറയുന്നത് അനുസരിക്കാതിരിക്കുമ്പോഴും നമ്മൾ ദൈവത്തോട് പറയാതെ പറയുന്നത്. ദൈവമേ, അവിടെങ്ങാണ് ഇരിക്കെ, എനിക്ക് വേറെ വഴി അറിയാം, അതുകൊണ്ട് ഞാൻ അതൊക്കെ തന്നെ അങ്ങ് ചെയ്തുകൊള്ളാം. അപ്പോൾ നമ്മൾ ദൈവത്തെക്കാൾ വലിയവരാണെന്ന ഒരു ധാരണയും ചിന്തയും അവിടെ വരുന്നു. അതാണ് അനുസരണക്കേടിലെ ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം. ഈവിൾ ആൻഡ് സെൽഫിഷ് ഡിസയേഴ്സ്, തെറ്റായിട്ടുള്ള നമ്മുടെ തീരുമാനങ്ങൾ. ഇറ്റ്സ് എ റിബല്യൻ അഗൻസ്റ്റ് ഗോഡ്സ് അതോറിറ്റി, ഹിസ് സോവറിറ്റി. അനുസരണക്കേട് ദൈവത്തിൻ്റെ പരമാധികാരത്തിനെതിരായുള്ള മനുഷ്യന്റെ മത്സരമാണ്. A rebellion against divine sovereignty, sovereign authority, his sovereign omniscience. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിനും ദൈവത്തിൻ്റെ പരമാധികാരത്തിനുമെതിരായ ഒരു മത്സര സ്വഭാവമാണ് അനുസരണക്കേട്. That is rejection of divine authority, despising the person of God. സ്തോത്രം. ഞാൻ എനിക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളോട്, മക്കളോട് പല സമയത്തും ഉപദേശിക്കുമ്പോൾ പറയാറുണ്ട്. ചർച്ചിലെ കുഞ്ഞുങ്ങളുടെ യൂത്ത് മീറ്റിംഗ് ഒക്കെ വെക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങളിനി എത്ര വളർന്നാലും, നിങ്ങളിനി എത്ര വലുതായാലും, പ്രായത്തിലും ശരീരത്തിലും ബുദ്ധി കൊണ്ടും ജോലി കൊണ്ടും ശമ്പളം കൊണ്ടും പണം കൊണ്ടും പ്രശസ്തി കൊണ്ടുമൊക്കെ നിങ്ങളിനി എത്ര വലുതായാലും നിങ്ങളുടെ ഈ പപ്പായും മമ്മിയും തന്നെ ആയിരിക്കും അന്നേരവും നിങ്ങളുടെ അപ്പനും അമ്മയും. നിങ്ങൾ എത്ര വളർന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ പപ്പായും മമ്മിയും ആകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളിനി എത്ര വളർന്നാലും എപ്പോഴും പപ്പായ്ക്കും മമ്മിക്കും മാതാപിതാക്കൾക്ക് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. സ്തോത്രം. നമ്മൾ എത്ര വലുതായാലും, നമ്മൾ എത്ര പഠിച്ചാലും, എത്ര ഉന്നതന്മാരായാലും ദൈവം നമ്മെക്കാളൊക്കെ എത്രയോ 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 അതീതനാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ആസാഫിന്റെ വാക്കുകൾ ഈ തരുണത്തിൽ സ്മരണീയമാണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. സ്തോത്രം. ആസാഫ് 73-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്കറിയാമല്ലോ,
ദുഷ്ടന്മാരുടെ സൗഖ്യമൊക്കെ കണ്ടിട്ട് അവരോട് അസൂയയും ദൈവത്തോട് പിണക്കമൊക്കെ തോന്നിയിട്ട് അതിൻ്റെ 13, 14, 15 ഒക്കെ വാക്യങ്ങളിൽ പറയുന്നത് 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 13. എന്നാൽ Surely in vain I have kept my heart pure. In vain I have washed my hands in innocence. ഇനി അതിൻ്റെ 15. If I had said, I will speak thus, I would have betrayed your children. ഇങ്ങനെയൊക്കെ പറയാൻ ഹൃദയത്തിൽ നിരൂപിച്ചതാ. പക്ഷേ ഫൈനൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയില്ല. എന്നിട്ട് അതിൻ്റെ 21, 22 വാക്യങ്ങളിൽ കാണുന്നത്, ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു. സ്തോത്രം. കണ്ടോ, ഞാൻ ആരായിരുന്നു? Verse 21. പൊട്ടനും ഒന്നും പൊട്ടനും അറിയാത്തവൻ. ഒന്നും അറിയാത്തവനും. ഈ ഒരു തിരിച്ചറിവ് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമുക്കുണ്ടായാൽ നമ്മൾ പഞ്ചപുച്ഛമടക്കി അനുസരിച്ചോളും കർത്താവിനെ. സ്തോത്രം. ഇങ്ങനെയൊക്കെ എങ്ങനെ ആസാഫ് ഇവിടെ ചിന്തിച്ചതുപോലെയൊക്കെ ചിന്തിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും മാറി നടക്കുവാൻ ഒരുങ്ങുന്നെങ്കിൽ നമ്മുടെ അവസ്ഥയെക്കുറിച്ചാണ് നാം അവിടെ പറയുന്നത്. സ്തോത്രം. ഞാൻ പൊട്ടനായിരുന്നു. I was foolish, stupid, and brutish. I was ignorant. I was just like a beast before God. Our foolishness. ദൈവസന്നിധിയിൽ ദൈവകൽപ്പനകളുടെ മുമ്പിൽ നാം എപ്പോഴും നമ്മെ കാണേണ്ടത്, God, you are the wisest. You are the omniscient. I am just a fool. I am just a stupid and brutish. ആംപ്ലിഫൈഡ് വേർഷനിലെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. So foolish. സ്തോത്രം. പക്ഷേ ദൈവത്തെ നിരസിക്കത്തക്ക മൗഢ്യത, പൊട്ടത്തരം നമുക്കുണ്ടാകരുത്. പകരം കർത്താവിനെ just to take God on or at his word, ദൈവത്തിൻ്റെ വാക്കുകളിൽ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന തരം പൊട്ടത്തരം, മൗഢ്യത, അത് നല്ലതാ. കർത്താവ് എന്തു പറഞ്ഞാലും തിരിച്ചൊന്നും ചോദിക്കാതെ പൂർണ്ണമായും അനുസരിക്കുക. അബ്രഹാമിൻ്റെ അനുസരണം മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇത്രയും വർഷങ്ങൾ കാത്തിരുന്ന് ലഭിച്ച വാഗ്ദത്ത സന്തതി, ആറ്റുനോറ്റിരുന്ന് വളർത്തിയ, ഒത്തിരി സ്നേഹിച്ച വാർദ്ധക്യത്തിലെ മകൻ ഒരു സുപ്രഭാതത്തിൽ തമ്പുരാൻ പറയുക, അവനെ എനിക്ക് യാഗം കഴിക്കാൻ. അയ്യോ കർത്താവേ, ഇതെന്തൊരു നീതിയാണെന്ന് വേണമെങ്കിൽ ചോദിക്കായിരുന്നു.
Foolishly he obeyed what God commanded him. We can humanly say it was a stupid decision to take God at his word. ദൈവത്തെ അക്ഷരീകമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ഏകജാതനായ വാർദ്ധക്യത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകനെ യാഗം കഴിക്കുന്നതിനുള്ള അബ്രഹാം പിതാവിൻ്റെ തീരുമാനം അത് ഏറെ ഭോഷത്വമായി തോന്നിയേക്കാം. പക്ഷേ ദൈവത്തെ അനുസരിക്കുന്നതിൽ നാം അങ്ങനെ തന്നെ ആയിരിക്കുക. സ്തോത്രം. അനുസരണത്തെക്കുറിച്ച് നാം അങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഒന്നുമില്ലെങ്കിൽ എബ്രായർ 2:2 2 പദങ്ങൾ, ലംഘനങ്ങളും ലംഘനം, അനുസരണക്കേട് എന്ന ആ പദങ്ങളെ നമ്മൾ വിചിന്തനം ചെയ്തു. അതോടൊപ്പം പാപം എന്ന ഒരു വിഷയവും കൂടെ എടുത്തങ്ങ് പോകാം നമുക്ക്. അതവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും അവിടുത്തെ ഒരാശയം അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മുടെ പഠനാർത്ഥം അതും കൂടെ നമ്മളിവിടെ ഒന്ന് പരാമർശിക്കുകയാണ്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ, പാപം എന്നുള്ളതിന് കൊടുത്തിട്ടുള്ള മൂലപദം ഹമാർട്ടിയ എന്നുള്ളതാണെന്ന്. ഈ പാപം അഥവാ ഹമാർട്ടിയ is not a mere action. It's not limited to an action or a deed. ഈ പാപം എന്നുള്ളത് ഒരു പ്രവൃത്തിയിൽ സീമിതപ്പെടുന്നില്ല, പരിമിതപ്പെടുന്നില്ല. ഒരു പ്രവൃത്തിയിൽ അത് ഒതുങ്ങുന്നില്ല. പാപം അത് ഇന്നതാണ്. ബീഡി വലിക്കുന്നത് പാപം. അപ്പം ബീഡി വലിക്കാതിരുന്നാൽ പാപം ചെയ്യാതിരിക്കുക അല്ലേ? സിനിമ കാണുന്നത് പാപം. അപ്പം സിനിമ കാണാതിരുന്നാൽ പാപം ഇല്ല. പലപ്പോഴും നമ്മൾ പാപത്തെ വെറും ഒരു പ്രവൃത്തിയിൽ ഒതുക്കുകയാണ്. അല്ല, പാപം വെറും ഒരു പ്രവൃത്തിയല്ല. ബൈബിൾ ഡിക്ഷണറി നൽകുന്ന ഒരു സൂചന ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഒരു എക്സ്പോസിറ്ററി ബൈബിൾ ഡിക്ഷണറി, ഒരു കൊച്ചു പുസ്തകമാണ്, ചെറിയൊരു നമ്മുടെ ബൈബിളിൻ്റെ ഏകദേശം വലിപ്പമുള്ളൊരു പുസ്തകം. ഞാൻ കൂടുതലും ബൈബിൾ ഡിക്ഷണറീസ് ആണ് ഉപയോഗിക്കാറ്. അതിൽ പദങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പദാനുപദം പലപ്പോഴും വ്യാഖ്യാനിച്ചു പോകുന്നത്. അതാണ് വേണ്ടത്. അവിടെ ഹമാർട്ടിയായിക്ക് ഇറ്റ്സ് എ നൗൺ. അവിടെ ഈ ഗ്രീക്ക് ഡിക്ഷണറി നൽകുന്ന ഒരു പ്രയോഗം, ഇറ്റ് ക്യാൻ ബി ബോത്ത് നൗൺ ആൻഡ് വെർബ്. രണ്ട്, ക്രിയയും സംജ്ഞയുമായിട്ട്, നൗണും വെർബും, വെർബ് ക്രിയ, നൗൺ സംജ്ഞ, ഇത് രണ്ടുമായിട്ട് ഈ സിൻ, പാപം എന്ന പദത്തെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ മൂലവാക്കാണ് നമ്മൾ കണ്ടത് ഹമാർട്ടിയ. ഇതിൽ പറയുന്നത് എ മിസ്സിംഗ് ഓഫ് ദ മാർക്ക്, അത് നമ്മൾ കണ്ടു, ലക്ഷ്യം തെറ്റുക. ബട്ട് ദിസ് etymological meaning is largely lost
sight of in the New Testament. It is the most comprehensive term for moral obliquity. Sin, it's more than an action, but it is more a moral obliquity. ഇത് മൗലികമായി സാൻമാർഗികമായി നമ്മുടെ പ്രകൃതത്തിലുള്ള ഒരു വീഴ്ചയെ കാണിക്കുന്ന വസ്തുതയാണ്. അതിന് കൊടുത്തിരിക്കുന്ന 2-3 കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, in the New Testament we can understand sin as a principle or a source of action. A principle or a source of action, or an inward element producing sinful acts. പാപത്തിൻ്റെ പ്രവർത്തികളെ പ്രത്യുൽപാദനം ചെയ്യുന്ന നമ്മിൽ കാണപ്പെടുന്ന ഒരു തത്വമാണിത്. പാപം ഒരു പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല, ആ പ്രവൃത്തിക്ക് പിന്നിലെ തത്വമാണ്. പ്രവൃത്തിക്ക് പിന്നിലെ ആ പ്രവൃത്തിയിലേക്ക് മനുഷ്യരെ നയിക്കുന്ന ഒരു സോഴ്സ്, ഒരു മൂലകമാണ്. അപ്പോൾ ആ പ്രവൃത്തിയല്ല, ആ പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ശക്തി, ഒരു പ്രേരകം, അതാണ് പാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കർമ്മം നടന്നില്ലെങ്കിലും പാപം സംഭവിക്കാം. ഒരു ക്രിയ ചെയ്തില്ലെങ്കിലും പാപം അവിടെ ഉടലെടുക്കാം. സ്തോത്രം. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകും മത്തായി 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. കൊലപാതകത്തെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും യേശു അവിടെ പഠിപ്പിച്ചത് ഓർമ്മ കാണുമല്ലോ. നാം ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് എടുത്ത് പറഞ്ഞിരുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് മത്തായി 5-ാമത്തെ അധ്യായത്തിൽ പറയുകയുണ്ടായി, പ്രത്യേകിച്ച് അതിൻ്റെ 21-ാമത്തെ വാക്യം മുതൽ, കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യരാകുമെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, 3 കാര്യങ്ങളുടെ പറഞ്ഞ കാര്യം ഓർമ്മ കാണും. സഹോദരനോട് കോപിക്കുന്നവൻ, പിന്നെ സഹോദരൻ നിസ്സാര എന്ന് പറയുന്നവൻ, 3 മൂഢ എന്ന് പറയുന്നവൻ. നമ്മൾ അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് പറഞ്ഞിരുന്നു, ഹൃദയം കൊണ്ടുള്ള കൊലപാതകം, ഹൃദയം കൊണ്ടുള്ള കൊലപാതകം. In the Old Testament, of course, it was commanded or it was displayed that murder is an action. But in the New Testament, Christ taught us, no, it's not necessary to do an action, to kill literally a person, but it is considered even from within your heart. ഹൃദയം കൊണ്ടുള്ള കൊലപാതകവും അക്ഷരീയ കൊലപാതകത്തിന് തുല്യമാണെന്ന് കർത്താവ് ഇവിടെ പഠിപ്പിച്ചു. അതുപോലെ തന്നെയാണ് അതിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ
അഡൽറ്ററി, അതിനെക്കുറിച്ച്, വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞത്. അവിടെയും വ്യഭിചാരം എന്നൊരു കർമ്മം ചെയ്യേണ്ടതില്ല, ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടായാൽ മതി. ഇവിടെ മോഹിക്കേണ്ടതിന് വേണ്ടി നോക്കുക എന്നൊരു കർമ്മമെങ്കിലും ഉണ്ട്. സത്യത്തിൽ നോക്കണമെന്നുമില്ല, കാണണമെന്നുമില്ല. നമ്മൾ കണ്ടിട്ടുള്ള ഒരാളിനോടോ ഭാവനയിൽ മാത്രമുള്ള ഒരാളിനോടോ പോലും ഹൃദയം കൊണ്ട് വ്യഭിചരിക്കാം. ഹൃദയം കൊണ്ട് നമുക്കൊരാളിനെ കൊല്ലാം. കണ്ടോ, ഇതാണ് പുതിയ നിയമത്തിൽ ഹമാർട്ടിയ അഥവാ പാപം എന്നതിൻ്റെ വിവക്ഷ. Sin cannot be limited in an action, even if that particular sinful action is not at all taken place. If a desire, a plotting, a counsel is there in one's heart, that also is considered as an action of sin. And therefore, hamartia is, first of all, is the very principle or source of sin or sinful action. That is the very inward element. That's why Paul says, sin indwells me. പാപം എൻ്റെ അവയവങ്ങളിൽ വസിക്കുന്നു, കുടികൊള്ളുന്നു. I'm sold out to sin. ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണ്. സ്തോത്രം. ഇതുപോലെ തന്നെ ഹൃദയം കൊണ്ടുള്ള മറ്റൊരു മഹാപാപമാണ് ദ്രവ്യാഗ്രഹം. ആഗ്രഹം, അത് എ ഡിസയർ ടു ബി റിച്ച്. അതുകൊണ്ടാണ് യിരെമ്യാവ് പറഞ്ഞത്, ഹൃദയം മറ്റുള്ള സകലത്തെക്കാളും കപടം നിറഞ്ഞതാണെന്ന്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെയാണ് നമുക്ക് ശുദ്ധീകരിക്കേണ്ടത്, കർമ്മങ്ങളെ അല്ല. ഈ വിശുദ്ധീകരണം അതുകൊണ്ട് അകത്തു നിന്നുമാണ് വരേണ്ടത്. പഴയ നിയമത്തിലെ മോശ മുഖാന്തരം അല്ലെങ്കിൽ ദൂതന്മാർ മുഖാന്തരം കൈമാറിയ ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ ഹൃദയം ഇനി എങ്ങനെ ഇരുന്നാലും പുറമെ റിച്വൽസ്, ആ കാർമ്മികമായ കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. പുതിയ നിയമത്തിൽ നടക്കത്തില്ല. അതുകൊണ്ട് ആ പുതിയ നിയമ ആരാധനയെക്കുറിച്ച് യേശു കർത്താവ് ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞത് നമുക്ക് പരിചയമുണ്ട്. ദൈവം ആത്മാവാകുന്നു, അതുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പിതാവിനെ ആരാധിക്കുന്നവർ അഥവാ സത്യനമസ്കാരികൾ അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആത്മാവിലും സത്യത്തിലും എന്നുള്ള അതിനെ നമ്മളങ്ങ് അന്യഭാഷയിലും അല്പം വൈബ്രേഷനിലും അങ്ങാക്കി തീർത്തു. ആത്മാവിലും സത്യത്തിലും എന്നുള്ളതിനെ നമ്മൾ ഈ ഒരു രീതിയിലാക്കി. എന്നാൽ അതിൻ്റെ അർത്ഥം ആത്മാവിലെന്ന് പറഞ്ഞാൽ ഫ്രം വിതിൻ, ഡീപ് ഡൗൺ ഇൻ അവർ ഹാർട്ട്സ്, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സാംസ് 51 6-ാമത്തെ വാക്യത്തിൽ, 51-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ദാവീദ് ദൈവത്തോട് പറഞ്ഞത്
എന്തുവാ പ്രാർത്ഥിച്ചത്? എന്തുവാ പറഞ്ഞത്? അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. സ്തോത്രം. ബാഹ്യമായ കാര്യങ്ങളല്ല, ഹൃദയത്തിൽ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ബാഹ്യമായി നാടകം കളിക്കാം, ഭക്തരായിട്ട് ചമയാം, ഒന്നാം തരം പ്രസംഗം പ്രസംഗിക്കാം. സ്തോത്രം. അരുത്. ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിലാണ് ഈ വിശുദ്ധീകരണം സംഭവിക്കേണ്ടത്. പാപം നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലാണ് കിടക്കുന്നത്. ഡീപ് ഡൗൺ ഇൻ അവർ ഹാർട്ട്സ് സിൻസ് പ്രസൻസ് ഈസ് ദെയർ. ഓർമ്മ കാണും, ഞാൻ പണ്ട് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു ഡെഫിനിഷൻ, നിർവചനം പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി നാളിന് മുമ്പ്. ഞാൻ ഈ സമയത്ത് അതൊന്നും കൂടെ ഓർപ്പിക്കാം. ഓർക്കുന്നവർക്ക് ആവർത്തനമാകുന്നെങ്കിൽ ക്ഷമിച്ചാലും. സിൻ ഈസ് എ ലിവിങ് റിയാലിറ്റി found in each and every member of our body, insisting us to rebel against God's sovereign will and nature. Sin is a living reality found in the members of our body, each and every member of our body, compelling us, insisting us to rebel against two things. One, against divine sovereign nature and divine sovereign will. ദൈവത്തിൻ്റെ പരമമായ പ്രകൃതത്തിനും അഥവാ സ്വഭാവത്തിനും ഇച്ഛയ്ക്കും വിരുദ്ധമായി മത്സരിക്കുവാൻ എന്നെ നിർബന്ധിച്ചുകൊണ്ട്, നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ട്, നമ്മളെ നിർബന്ധിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിലും വസിക്കുന്ന, കാണപ്പെടുന്ന, കുടികൊള്ളുന്ന ഒരു നഗ്ന സത്യം, ഒരു പച്ച യാഥാർത്ഥ്യമാണ് പാപം. സ്തോത്രം. മനസ്സിലായല്ലോ? ആവർത്തിക്കണ്ടല്ലോ. അപ്പോൾ പാപം എവിടെയാ? നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-6 തൊട്ടുള്ള വാക്യങ്ങൾ പറഞ്ഞത്, നമ്മിൽ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു? നാം He's a പാപം liar. ചെയ്ത് നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം എല്ലാവരിലും പാപം ഉണ്ട്. പാപം ഇല്ലാത്ത ഒരുത്തൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു മാത്ര. 1 യോഹന്നാൻ 3:5 നമ്മൾ വായിക്കുന്നു, അവനിൽ പാപമില്ല. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ പാപമില്ല. All other men are by deeds and by nature sinners. ക്രിസ്തു ഒഴികെ മറ്റെല്ലാവരും, സകല മനുഷ്യരും പ്രകൃതം കൊണ്ടും
പ്രവൃത്തി കൊണ്ടും പാപികളാണ്. ബൈ നേച്ചർ, പ്രകൃതം കൊണ്ട്. ബൈ ഡീഡ്സ്, പ്രവൃത്തികൾ കൊണ്ട്. നമ്മൾ നേരത്തെ ഒരിക്കൽ ചിന്തിച്ച കാര്യം, ഒരു ചിന്ത ആവർത്തിച്ചോട്ടെ, ക്ഷമിക്കുമല്ലോ. മനുഷ്യൻ പാപം ചെയ്യുന്നതുകൊണ്ട് പാപി എന്നതാണോ ശരി, അതോ പാപിയായതുകൊണ്ട് പാപം ചെയ്യുന്നു എന്നതാണോ ശരി? നമുക്കറിയാം ഉത്തരം, അല്ലേ? പാപിയായതുകൊണ്ട്. Because we are sinners, we commit sins. It's not that we commit sins and therefore we become sinners. No. ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്തിട്ടില്ലാത്തവരാണ് നാം എല്ലാവരും. പാപം ചെയ്ത് പാപിയായത് ആദം മാത്രമാണ്. ആദമും ഹവ്വയും മാത്രമാണ് പാപം ചെയ്ത് പാപികളായത്. മറ്റുള്ളവരാരും പാപം ചെയ്ത് പാപികളായതല്ല, പാപികളായതുകൊണ്ട് പാപം ചെയ്തു പോകുന്നതാണ്. ഓർമ്മ കാണുമല്ലോ റോമർ 5:14, Romans 5:14. Couple of days back also we had read that verse. ആദാമിന്റെ വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. സ്തോത്രം. ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരാണ് നാമൊക്കെ. Only Adam and Eve were the two persons became sinners because of sinful action. But we commit sin because we are born with sinful nature. സ്തോത്രം. നമുക്ക് പാപത്തിന്റെ പ്രവണതയുണ്ട്. സ്തോത്രം. നമ്മിൽ പാപ പ്രവണത നിലനിൽക്കുന്നു. സ്തോത്രം. The propensity to sin leads us to commit sin. Propensity to sin. പാപത്തോട് നമുക്കൊരു പ്രവണതയുണ്ട്. തള്ളക്കോഴിയുടെ ചൂടുകൊണ്ട് വിരിഞ്ഞ താറാമുട്ടയും കോഴിമുട്ടയും, ഇത് രണ്ടും ഒരേ കോഴിയുടെ ചൂടുകൊണ്ട് ഒരേ സമയത്ത് വിരിഞ്ഞിറങ്ങിയതാണെങ്കിലും കോഴി വെള്ളം കണ്ടാൽ ചാടത്തില്ല, കോഴിക്കുഞ്ഞ്. അതേസമയം താറാവിൻ്റെ കുഞ്ഞിന് ഒരു നാച്ചുറൽ, എന്താണ് പറയുന്നത്, പ്രകൃതിയ സ്വാഭാവികമായി വെള്ളത്തോടൊരു പ്രൊപ്പൻസിറ്റി, ഒരു ആകർഷണമുണ്ട്. അതിനെ ആരും വെള്ളത്തിൽ ഇറക്കേണ്ട, അതിന് തന്നെ അതുണ്ട്, അതിൻ്റെ നേച്ചറാണ്. ഇതുപോലെ നമുക്കറിയാം, പാപം ചെയ്യാൻ നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. പാപം ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് സെന്ററുകളും ഇല്ല. ഒരു മാതാപിതാക്കളും മക്കളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാറില്ല, തെറ്റുപദേശിക്കാറില്ല, കള്ളം പറയാൻ പഠിപ്പിക്കാറില്ല. പക്ഷെ ചെയ്തു പോകുന്നു. കാരണം ആ ഒരു പ്രകൃതം, ഹമാറ്റിയ, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നു. സ്തോത്രം.
ഈ പറഞ്ഞ കാര്യത്തിന് തെളിവുകളായിട്ടാണ് റോമാലേഖനം 3:9, Romans 3:9. For this particular first meaning of sin, a principle or a source of action or an inward element producing sinful acts. For that, we have some references: Romans 3:9, 5 verses 12 and 13. റോമർ 5:12, 13, 20 വാക്യങ്ങൾ. Romans 5, 12, 13 and 20. And 6 verse 1 and 2. 6 verses 1 and 2. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1, 2 വാക്യങ്ങൾ. 7 verse 7, 7-ന്റെ 7-ാമത്തെ വാക്യം. 7-ന്റെ 7, 8, 9, 11, 13. Romans chapter 7 verses 7, 8, 9, 11 and 13. ഇവിടെയെല്ലാം പാപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാപം പ്രവർത്തിക്കുവാനായി നമ്മെ അകത്തുനിന്ന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരക ഘടകം എന്ന നിലയിലാണ്. രണ്ടാമതൊരു മീനിങ്, എ സെക്കൻഡ് മീനിങ് ഓഫ് സിൻ, ഹമാറ്റിയ. It's a governing principle. It's a governing principle or power. A governing principle or power. ഇവിടെ പാപത്തിൻ്റെ ശക്തിയെയാണ് കാണിക്കുന്നത്. ഒന്നാമത് പാപത്തിൻ്റെ ഒരു സ്രോതസ്. ഇവിടെ രണ്ടാമത് ഹമാറ്റിയ അഥവാ പാപം എന്നതിൻ്റെ അർത്ഥം പാപത്തിൻ്റെ ശക്തിയാണ്. പാപത്തിൻ്റെ ശക്തിയാണ്. റോമർ 6-ാമത്തെ വാക്യം, 6 verse 6 Romans. For we know that our old self was crucified with him, so that the body of sin might be away with, that we should no longer be slaves to sin. The body of sin or the power of sin. Body of sin. പാപത്തിൻ്റെ ശരീരം, പാപത്തിൻ്റെ ശക്തി. Here sin is seen as an organized power. ഇവിടെ പാപം ഒരു ശക്തിയായിട്ടാണ്, ഒരു ഊർജമായിട്ടാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലൂടെ ഈ പാപത്തിൻ്റെ ശക്തി ഇങ്ങനെ പ്രവർത്തനക്ഷമം ആകുന്നു. So the indwelling sin is so powerful, that many a times it subdues us. Many a times it makes us slaves. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ കുടികൊള്ളുന്ന ഈ പാപം എത്ര ശക്തിമാന്മാരെയും അതിൻ്റെ അടിമകളാക്കി തീർക്കുന്നു. അതുകൊണ്ട് പൗലോസ് 14-ാമത്തെ വാക്യത്തിൽ Romans 7:14 അവിടെ പറഞ്ഞത്, ഐ ആം സോൾഡ് ഔട്ട് ടു സിൻ. ഞാൻ പാപത്തിൻ്റെ ദാസനായി വിൽക്കപ്പെട്ടവനാണ്. Here, because of this powerful presence of sin, sin is personified.
പാപത്തിൻ്റെ ഈ ശക്തി നിമിത്തം ഇവിടെ പാപത്തെ ഒരു വ്യക്തിയെ പോലെ കാണുന്നു. പാപത്തിനൊരു ആളത്വം കൊടുത്ത് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള വാക്യങ്ങളാണ് എഴുതുന്നവർക്ക് വേണ്ടി പറയാം. എല്ലാം വായിക്കാൻ നമുക്ക് നേരെയില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. റോമൻസ് 5:21, റോമർ 5:21 വാക്യം, 6:12, 6:12, 6 verses 12, 14 and 17. 6-ാം അധ്യായം റോമാലേഖനം 6:12, 14, 17 വാക്യങ്ങൾ. 7 verses 11, 14, 17, 20, 23 and 25. 7-ാമത്തെ അധ്യായം 11, 14, 17, 20, 23, 25. 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, റോമൻസ് 8 verse 2. 1 Corinthians 15:56. 1 കൊരിന്ത്യർ 15:56. ഹീബ്രൂസ് 3:13. എബ്രായർ 3:13. എബ്രായർ 11:25. 11:25. ഹീബ്രൂസ് 12 verse 4. 12:4 എബ്രായർ. ആൻഡ് ജെയിംസ് 1:15. യാക്കോബ് 1:15. അപ്പോൾ പാപം പുതിയ നിയമത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് ഈ 2 പ്രത്യേക രീതിയിലാണ്. വേറെയുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ആശയങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇത് കൂടാതെ മൂന്നാമതൊരർത്ഥം പൊതുവായി ഉപയോഗിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങളാണ്. അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. സിൻ ഈസ് ഓൾസോ എ ജനറിക് ടേം. പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ചില പ്രത്യേക ക്രിയകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദമായിട്ടുമുണ്ട്. അവിടേക്ക് നമ്മളിപ്പോൾ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. കാരണം പാപം എന്ന വിഷയത്തെക്കുറിച്ച് ഉള്ള അങ്ങനെ ഒരു പഠനമല്ല നമ്മൾ ചെയ്യുന്നത്. എബ്രായ ലേഖനം 2-ാമത്തെ വാക്യത്തിലെ ലംഘനം, അനുസരണക്കേട് തുടങ്ങിയ പാപപ്രവർത്തികളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യം പാപം എന്തല്ല, എന്താണ് എന്നൊന്ന് ചിന്തിച്ചെന്നേ ഉള്ളൂ. ഒരു വിഷപ്പാമ്പ് പോലെ നമ്മുടെ അകത്ത് കിടക്കുന്ന സകല മനുഷ്യരിലും കാണപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ പാപം എന്ന് പറയുന്നത്. It's an innate nature found in each and every person and in each and every member of our body. സകല മനുഷ്യരിലും, എത്ര വലിയ സഭാപിതാക്കന്മാരായാലും അവർ തുടങ്ങി ഇങ്ങോട്ട്, സകല മനുഷ്യരിലും കാണപ്പെടുന്ന ഒരു പ്രകൃതവും ശക്തിയുമാണ്. എന്നാൽ ഈ ശക്തിയെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് അടക്കി ഭരിച്ച് നിയന്ത്രണത്തിൽ നിർത്തുന്നവനാണ് ഒരു ആത്മീയൻ എന്ന് പറയുന്നത്. A spiritual person is not a person without the presence of sin.
the nature of sin. A spiritual person is not a person without the presence and power of sin. ഈ പാപത്തിൻ്റെ സാന്നിധ്യവും പ്രകൃതവും ഇല്ലാത്ത ഒരുത്തനല്ല ആത്മീയൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏതൊരു ആത്മീയൻ എന്ന് പറയുന്നവനിലും ഈ പാപത്തിൻ്റെ സാന്നിധ്യമുണ്ട്, പാപത്തിൻ്റെ ശക്തിയും ഉണ്ട്, ആ പ്രകൃതം അവനിലുണ്ട്. പക്ഷെ പിന്നെ ആരാ ആത്മീയൻ? ബട്ട് എ സ്പിരിച്വൽ പേഴ്സൺ ഈസ്, യെസ് പ്ലീസ് കമോൺ, മനസ്സിലായെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. Can rule over the innate nature of. യെസ്, ബൈ The presence of the Holy Spirit. യാ, അത് രണ്ടും കൂടെ വേണം. സ്തോത്രം. ഇറ്റ്സ് നോട്ട് പോസിബിൾ വിത്ത് അവർ വിൽ പവർ. നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടത് സാധ്യമല്ല. ഒരാത്മീയൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അകത്ത് കുടികൊള്ളുന്ന ആദാമിൽ നിന്നും ജന്മനാ അവന് ലഭിച്ച പാപത്തിൻ്റെ സ്വഭാവത്തെ, പാപത്തിൻ്റെ ശക്തിയെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തി എപ്പോഴും അവൻ്റെ മേൽ ജയമെടുത്ത് പോകുന്ന ഒരു വ്യക്തിയാണ് ആത്മീയൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആത്മീയതയിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. സ്തോത്രം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വിചാരിച്ചിട്ടുണ്ട് ഈ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവരിൽ ആരിലും ഈ പാപത്തിൻ്റെ സ്വഭാവവും പ്രലോഭനവും ഒന്നും ഉണ്ടാകത്തില്ലെന്ന്. പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ധാരണ വെറുതെയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയാൽ ഈ പ്രശ്നമൊക്കെ അങ്ങ് ഒഴിവാകുമെന്ന്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇതിനേക്കാൾ കൂടുതലായി. പിന്നെ വിചാരിച്ചു ഉപദേശിയായാൽ, ഓർഡിനേഷനൊക്കെ കിട്ടിയാൽ ഒരു രക്ഷയില്ല. മരിക്കുന്നത് വരെ, നമ്മുടെ അന്ത്യശ്വാസം വരെ, ഈ ജഡം ഉള്ള കാലത്തോളം, പൗലോസ് റോമർ 7 പറയുന്നത് പോലെ, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. സ്തോത്രം. അത് സകല മനുഷ്യരുടെയും അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, തിരുമേനിയോ ഐമേനിയോ പ്രഭാഷകനോ പ്രവാചകനോ ആരായിരുന്നാലും ഈ പാപപ്രകൃതം അവനിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എപ്പോൾ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയത താഴുമോ അപ്പോൾ ജഡം നമ്മിൽ ഉയരും. സ്തോത്രം. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധ ശക്തി ക്ഷയിക്കുമ്പോൾ പല രോഗങ്ങളും തലപൊക്കും എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ ശരീരത്തിലെ ചുമന്ന രക്താണുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ ബലഹീനപ്പെടുമ്പോൾ അരുതാത്തതൊക്കെ ഇങ്ങനെ കയറി വന്ന് നമ്മൾ രോഗികളാക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിച്ച് നമ്മൾ ആത്മാവിന് വിധേയപ്പെട്ട് നിൽക്കുന്നിടത്തോളം കാലം ഈ പാപത്തിൻ്റെ ശക്തികളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കും. നമ്മുടെ സ്വന്തം ശക്തിയാൽ അത് കഴിയില്ല. സ്തോത്രം. അതുകൊണ്ടാണ്
ഗലാത്യ ലേഖനം 5:16-17 വാക്യങ്ങളിൽ പൗലോസ് ലീഹ പറഞ്ഞത് അത് വായിച്ച് നമുക്ക് നിർത്താം. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവർ അല്ല. പിന്നെ ജഡത്തിന്റെ പ്രവൃത്തികളോ മതി. അതിൻ്റെ ആ വാക്യങ്ങളിലെല്ലാം നമ്മൾ 14 മുതൽ ഇങ്ങോട്ട് കാണുന്നുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നാം ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ, അഭിലാഷങ്ങളെ നിയന്ത്രിച്ച് നിർത്തുക. 16-ാമത്തെ വാക്യത്തിൽ സ്തോത്രം. 16. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയും. സ്തോത്രം. അതാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും അത് നമ്മിലുള്ള ഈ പാപ സ്വഭാവം തലപൊക്കാൻ നാം അനുവദിക്കരുത്. വി ആർ ഇൻ എ കോൺസ്റ്റന്റ് സ്ട്രഗിൾ ഇൻ ദ സെൻസ് വാർ. നമ്മൾ സ്ഥിരമായൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുക. ഇറ്റ്സ് എ ക്യാമ്പയിൻ. Spiritual warfare is not just a war, not just a fight. It's a campaign, continuously, series of fights, one after another. It's not that if we won one, we won everything. No. Okay? It's not that we won one battle, we won everything. No. We need to continuously till the last breath. ഒരു യുദ്ധം ജയിച്ചു എന്നതുകൊണ്ട് നാം ജയിച്ചെന്ന് വരുന്നില്ല. അതുകൊണ്ട് 2 കൊരിന്ത്യർ 2:14-15 വാക്യങ്ങൾ പറയുന്നത് നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവം. സ്തോത്രം. Our God takes us through the trains of victory. The trains of victory. സ്തോത്രം. ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് ജയം വരിക്കണം. അത് അവസാന ശ്വാസം വരെയും ആ യുദ്ധത്തിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുക. അതുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, ഇസ്രായേൽ അവർക്ക് ദൈവം നൽകിയ ന്യായപ്രമാണം ലംഘിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്തിട്ട് ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവരായില്ലെങ്കിൽ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു തുടങ്ങിയ ദൈവത്തിൻ്റെ വചനത്തെ നാം അനുസരിക്കാതെ പോയാൽ, ഗണ്യമാക്കാതെ പോയാൽ ശിക്ഷാവിധിയിൽ നിന്നും തെറ്റിയൊഴിയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം, ജയാളികളായി ജീവിക്കാം. ഓൾവേസ് കീപ് ദി സിൻഫുൾ നേച്ചർ അണ്ടർ കൺട്രോൾ. നമ്മുടെ ജീവിതത്തിൽ ഈ പാപ സ്വഭാവത്തെ നിരന്തരം നമുക്ക് നിയന്ത്രിച്ച് നിർത്താം. ആയതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ജയജീവിതത്തിനായും ജയാളിയായ ക്രിസ്തുവിനോടുകൂടെയുള്ള വാഴ്ചയ്ക്കായും ഈ വചനങ്ങൾ മുഖാന്തരങ്ങളാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.